കേരളത്തിലെ ഇസ്ലാമിക സംരക്ഷകരും ഇസ്ലാമിൻ്റെ കച്ചവട വ്യാപാരികളും ഇന്ന് മുമ്പ് എന്നത്തേക്കാളും വലിയ ബേജാറിലും വെപ്രാളത്തിലുമാണ്. അതിൻ്റെ പലതരത്തിലുള്ള ലക്ഷണങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും സമൂഹത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ സ്വകാര്യമായും അല്ലാതെയും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നും ഇത് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മതം സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന പഴയ കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം പുതിയ തലമുറയ്ക്ക് കൈമാറിയിട്ട് പതുക്കെ മാറി നിൽക്കുന്ന ഒരു രംഗം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ എം അക്ബറും കൂട്ടരുമൊക്കെ അവരുടെ ന്യൂ ജനറേഷനിൽപ്പെട്ട പുതിയ ജൂനിയർ ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ആളുകളൊക്കെ ഇതുവരെ പയറ്റിക്കൊണ്ടിരുന്ന അടവുകളൊക്കെ മാറി മാറി പയറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടും വല്ലാതെ ബേജാറാകുന്നതായിട്ടുമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. ഇതുവരെ അവർ നമ്മളെയൊക്കെ പരമാവധി അവഗണിക്കുക എന്ന ഒരു തന്ത്രമാണ് ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരുന്നത്. നമ്മളിപ്പോൾ എത്രയോ കാലമായിട്ട് മതത്തിനെതിരായിട്ട് ഖുർആനെതിരായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും സ്പർശിക്കാതെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മൗനം അവലംബിക്കുക എന്നതായിരുന്നു കുറേ കാലമായിട്ട് തുടർന്നു വന്നിരുന്ന ഒരു നയം. ഇപ്പോഴും ഒരുപാട് വലിയ വലിയ ആൾക്കാർ, ഇതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റുകളായി ചമയുന്ന ആളുകളും ഇതേ മൗനം തുടരുന്നുണ്ട്. വേറൊരു തന്ത്രം അവർ ഉപയോഗിച്ചത് കുറേ കാലമായിട്ട് ചാപ്പകുത്തലായിരുന്നു. സംഘികളാണ്, മറ്റവരാണ്, മറിച്ചതാണ്, ഇസ്രായേലിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചാപ്പകുത്തലാണ്. അതൊന്നും തീരെ സമൂഹത്തിൽ യേശുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അതുമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരും കൂടെ എടുത്ത് ഒരു തീരുമാനം, ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമായിരുന്നു. അവിടെ സുന്നി മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ തമ്മിൽ തല്ലുന്ന ഗ്രൂപ്പുകളൊന്നും പരിഗണിക്കാതെ ഇസ്ലാമിൻ്റെ പൊതുശത്രുവിനെ നേരിടാൻ എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അക്ബറുമായി നടന്ന സംവാദത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലെടുത്ത തീരുമാനമായിരുന്നു നമ്മളിനി ഇവരെ ഡിഫെൻഡ് ചെയ്യേണ്ടത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ഇവരെല്ലാവരെയും കൂടെ നമുക്കങ്ങ് നാസ്തികർ എന്ന് ചാപ്പകുത്തിയിട്ട് നാസ്തികതയെ അങ്ങ് തല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നാണ് അവരുടെ തീരുമാനം. എന്നിട്ട് എന്താണ് നാസ്തികത എന്നതിന് ഇവർ സൗകര്യമുള്ള ഒരു നിർവചനവും വിശദീകരണമൊക്കെ കൊടുത്ത് ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ട എല്ലാ സാധനങ്ങളും കൂടെ അടിച്ചുകൂട്ടി അതുകൊണ്ടൊരു വൈക്കോലുണ്ടുണ്ടാക്കിയിട്ട് അതാണ് നാസ്തികത എന്ന് ഒരു പേരും പറഞ്ഞിട്ട് അതിന്മേൽ കിടന്ന് തലതല്ലുന്ന ഏർപ്പാടായിരുന്നു ഇതുവരെ ഇവർ തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ജൂനിയർ ടീമിനെയൊക്കെ അവർ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളത്. അങ്ങനെ നാസ്തികത എന്ന് പറയുന്ന ഒരു പല്ലിവാലുമ്മ കിടന്ന് വട്ടം കറങ്ങിയാൽ ഇസ്ലാം രക്ഷപ്പെടുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ പതുക്കെ പതുക്കെ ആ പ്രതീക്ഷയും അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും യേശുന്നില്ല എന്നും മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ, പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ കൂട്ടത്തോടെ മതം വിട്ടു പോവുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവരെ വല്ലാതെ ബേജാറാക്കുന്നുണ്ട്. എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെറുപ്പക്കാരായ ആൾക്കാർ മാത്രമല്ല മതം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ തന്ത്രങ്ങളെല്ലാം പയറ്റിയിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്ലാമിൻ്റെ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരുപാട് റിപ്പോർട്ടുകളാണ് നമുക്ക് പല ഭാഗത്തു നിന്നും സ്വകാര്യമായി കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നതിനേക്കാൾ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളും അനുഭവങ്ങളും ഈ മതസംരക്ഷകരായ ആളുകൾക്കും കിട്ടുന്നുണ്ട്. കാരണം ഇന്ന് ഇസ്ലാം മത രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് ഇങ്ങനെയുള്ള മതം വിട്ടു വരുന്ന ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ തിരിച്ച് കറുവാപ്പസി നടത്താൻ അവരെ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവർക്ക് ദീനും ഒപ്പം മനഃശാസ്ത്രവും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ തിരിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള മനഃശാസ്ത്ര കൗൺസിലർമാർ, ദീൻ പഠിച്ച മനഃശാസ്ത്ര കൗൺസിലർമാർക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത കുറേ മല്ലാക്കന്മാരും മൂല്യന്മാരും ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൈകാര്യം ചെയ്യലിൻ്റെ തമാശയൊക്കെ നല്ല കോമഡിയാണ്. അത് ഇന്നലെ രാത്രിയിൽ നമ്മുടെ ലിയാഖത്തലി ചെയ്തൊരു വീഡിയോയിലൊക്കെ അതിൻ്റെ കോമഡി കാണാം. അവർക്ക് എങ്ങനെ തിരിഞ്ഞിക്കറിഞ്ഞ് മനഃശാസ്ത്രം പറഞ്ഞാലും അവസാനം അവരവരുടെ പഴയ പരിപാടിയിൽ തന്നെ തിരിച്ചെത്തുള്ളൂ. അതിലൂടെ അവർക്ക് കുട്ടികളെ പിടിച്ചു നിർത്താൻ കഴിയുന്നോ അല്ലെങ്കിൽ സമൂഹത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നോ
അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ എൻ്റെ ഖുർആൻ ക്ലാസ് ഉൾപ്പെടെ റിയാഖത്ത് അലിയുടെയൊക്കെ വീഡിയോകൾ ഉൾപ്പെടെ ഇങ്ങനെ ഇസ്ലാമിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ പുതിയ ചിന്തിക്കുന്ന തലമുറയെ കാര്യമായി സ്വാധീനിക്കുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾ, പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഇടപെടലുകൾ കാര്യമായി തന്നെ ഫലം ചെയ്യുന്നുണ്ട് എന്നും ഒരുപാട് ആളുകൾ അതുവഴി മതം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും ഒരുപാട് ആളുകളിൽ അത് വലിയ വലിയ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത ഇവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തുടർന്നു പോന്നിരുന്ന ഈ ചപ്പടി വിദ്യകൾ കൊണ്ടൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി പുതിയ വഴിയെന്ത് എന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. അതിലൊരു പ്രധാന കാര്യം, ഇതുവരെ തുടർന്നതിനേക്കാളും നിലവാരം കുറഞ്ഞ മറ്റൊരു മാർഗ്ഗമാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. കുത്തിയിരുന്നിട്ട് പരദൂഷണം പറയുക. ഇപ്പോൾ എന്നെക്കുറിച്ചൊക്കെ ഇരുന്ന് പരദൂഷണം പറയാണ്. എന്താ പരദൂഷണം പറയണത്? അതായത് സത്യസന്ധതയില്ല, ക്രെഡിബിലിറ്റി ഇല്ല, കാര്യങ്ങളൊന്നും അറിയില്ല, അറബി അറിയില്ല, പിന്നെ നുണ പറയുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഒരു വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് നമുക്ക് തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. നമ്മളതിൻ്റെ തഫ്സീറുകൾ പരിഗണിക്കുന്നില്ല, അതിൻ്റെ സബബുൻ നുസൂൽ പരിഗണിക്കുന്നില്ല, അവതരണ പശ്ചാത്തലങ്ങളൊന്നും പരിഗണിക്കുന്നില്ല, നമ്മളതിൻ്റെ വ്യാഖ്യാനങ്ങൾ പരിഗണിക്കുന്നില്ല. നമുക്ക് തോന്നിയത് മാതിരി ഇത് വായിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഒരു വർത്തില്ലാത്ത കാര്യമാണ്, നമ്മളൊരു യൂസ്ലെസ് ആണ്, നമുക്കൊന്നും അറിയില്ല തുടങ്ങിയിട്ടുള്ള പരദൂഷണം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വിമർശനങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നതിന് ഒരു ഉദാഹരണം ഒന്നും പറയുന്നില്ല. ഇപ്പം അറബി അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് അബദ്ധമാണ് പറഞ്ഞത്? ഒരു ഉദാഹരണം ഇന്ന് വരെ ഈ അറബി അറിയില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് അറബി ഭാഷ അറിയില്ല എന്നതുകൊണ്ട് ഞാൻ ഖുർആനെതിരെയോ ഇസ്ലാമിനെതിരെയോ പറഞ്ഞ ഏത് വിമർശനമാണ് തെറ്റായി പോയത്? അറബി അറിഞ്ഞാൽ ആ വിമർശനം എന്തായിട്ട് മാറുന്നു? ഇതൊന്നും ഒരു ഉദാഹരണം വെച്ചിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ പറയുന്നില്ല. അതുപോലെ ഞാൻ ഖുർആനെ കുറിച്ച് നുണ പറയുന്നു, ഇല്ലാത്തത് പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് കാര്യത്തിലാണ് ഖുർആനെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞത്, നുണ പറഞ്ഞത് എന്നുള്ളത് ഒരു ഉദാഹരണം വെച്ച് പറയുന്നില്ല. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വലിയ തമാശയാണ്. നമ്മൾ ഒരു ഖുർആൻ വാക്യത്തിലെ ആശയം കൃത്യമായിട്ട് വായിച്ചതിൻ്റെ ആശയം പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് കുറച്ച് നാടൻ ഭാഷയിൽ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാടൻ ഭാഷയിൽ പറഞ്ഞ തമാശയിൽ ഉൾക്കൊള്ളിച്ച വാക്ക് ഖുർആനിലില്ല എന്നാണ് പറഞ്ഞ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഭയങ്കര സംഭവമാണെന്നും അവർ നല്ല തങ്കപ്പെട്ടവരാണെന്നും അവർ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയവരാണെന്നും എന്നുമൊക്കെ ഖുർആനിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്നും മറുഭാഗത്ത് അവർ സൃഷ്ടികളിൽ വെച്ച് നികൃഷ്ടരാണെന്നതിൻ്റെ വിപരീതമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും ഖുർആനിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ തങ്കപ്പെട്ടവരാണ് എന്ന വാക്ക് ഖുർആനിലില്ല, കണ്ടോ എന്നാണ് പറഞ്ഞു എന്നാണ്. ഇങ്ങനെ നമ്മൾ കൊളോക്കിയലായിട്ട് ആ ആശയം ആളുകൾക്ക് രസിക്കുന്ന രീതിയിൽ തമാശ പറഞ്ഞതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച വാക്ക് അതിലില്ല, അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു എന്നതുപോലെയുള്ള ശുദ്ധ കോമഡികളാണ് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ നമ്മൾ സത്യസന്ധതയില്ലാതെ പറയുകയാണ്. അതിന് പറയുന്ന ആരോപണം നമ്മൾ തഫ്സീറുകൾ നോക്കുന്നില്ല, നമ്മൾ സബബുൻ നുസൂൽ നോക്കുന്നില്ല. യഥാർത്ഥത്തിൽ തഫ്സീറുകൾ നോക്കാതെയും സബബുൻ നുസൂൽ നോക്കാതെയും ഇന്നത്തെ കാലത്ത് ഖുർആനെ കുറിച്ച് നുണകൾ എഴുതി വെച്ചിട്ടുള്ളതും നുണകൾ പറഞ്ഞിട്ടുള്ളതും ഈ മലയാളത്തിലൊക്കെ ഖുർആൻ തഫ്സീർ എഴുതിയിട്ടുള്ള ആളുകളാണ്. അത് തുറന്നു കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ അമാനി മൗലവി എന്ന മുജാഹിദുകാരനായാലും കൂറ്റനാട് മുസ്ലിയാർ എന്ന് പറയുന്ന സുന്നി ആയാലും മൗദൂദി എന്ന് പറയുന്ന ജമായത്തായാലും ഇവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആധുനിക കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഈ വ്യാഖ്യാനങ്ങളിൽ യഥാർത്ഥത്തിൽ പല ഖുർആൻ വാക്യങ്ങളുടെയും അർത്ഥം മാറ്റിയിട്ടുണ്ട്, ആശയം മാറ്റിയിട്ടുണ്ട്. ആ ഖുർആൻ വാക്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളും പ്രവാചകൻ തന്നെ നൽകിയെന്ന് പറയപ്പെടുന്ന വിശദീകരണങ്ങളും മുറിച്ച് മാറ്റിയിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്.
പിന്നെ സബബുൻ നുസൂലിൻ്റെ കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. ഏത് മലയാളം പരിഭാഷയിലും വ്യാഖ്യാനത്തിലുമാണ് ഖുർആനിൽ ലഭ്യമായിട്ടുള്ള സബബുൻ നുസൂൽ മുഴുവൻ കൊടുത്തിട്ടുള്ളത്? ഞാനിപ്പോൾ ഖുർആൻ ക്ലാസ് നടത്തുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യം, ഏതെങ്കിലും ഒരു വാക്യത്തിന് സബബുൻ നുസൂൽ ലഭ്യമാണെങ്കിൽ, അതായത് അതിൻ്റെ അവതരണ പശ്ചാത്തലം പറയുന്ന ഹദീസും വ്യാഖ്യാനവും ലഭ്യമാണെങ്കിൽ അത് തപ്പിപ്പിടിച്ച് അത് പറഞ്ഞുകൊണ്ട് ആ ഖുർആൻ വാക്യത്തിൻ്റെ യഥാർത്ഥ ആശയം എന്താണോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തഫ്സീറുകളുടെ കാര്യം ഞാൻ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഖുർആൻ ക്ലാസ്സിന് അവലംബിക്കുന്ന തഫ്സീറുകൾ ഏതൊക്കെയാണ്, ആ തഫ്സീറുകൾ ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ തഫ്സീറുകൾ മുഴുവൻ വായിച്ചിട്ടാണ് ഞാൻ ഓരോ വാക്യത്തെക്കുറിച്ചും എൻ്റേതായ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം ഈ തഫ്സീറുകളെല്ലാം കൂടെ വായിക്കുമ്പോൾ, അതിൻ്റെ സബബുൻ നുസൂൽ വായിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിലെന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കള്ളത്തരങ്ങളുണ്ട്, അതിൻ്റെ ഒറിജിനൽ ആശയം എവിടുന്ന് വന്നതാണ്, അതിൻ്റെ ചരിത്രം എവിടുന്ന് കിട്ടിയതാണ്, ആ കഥ മുഹമ്മദിന് എവിടുന്ന് കിട്ടിയതാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ആണ്, അതിനെ അനലൈസ് ചെയ്തിട്ടാണ്, ഈ വ്യാഖ്യാനങ്ങളെല്ലാം കൂടെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു ആയത്തിനെക്കുറിച്ച് എൻ്റേതായ അഭിപ്രായം പറയുന്നത്. അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശ്യമുണ്ട്. എന്തായാലും എൻ്റെ ബോധ്യം, ഇത് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, ഒരു ഗോത്ര മനുഷ്യൻ്റെ നിലവാരം കുറഞ്ഞ, സംസ്കാരം കുറഞ്ഞ, അറിവ് കുറഞ്ഞ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ആ മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള ദൗർബല്യങ്ങളും വികാരങ്ങളും ഒക്കെ അയാളുടെ മനസ്സിൽ നിന്ന് ഉരുട്ടിക്കൂട്ടി ആവിഷ്കരിച്ച് അവതരിപ്പിച്ച വാക്യങ്ങൾ മാത്രമാണ് ഇത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിൽ എത്തിയതിന് ശേഷം ആ ബോധ്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്നത് മാത്രം എടുത്തിട്ട് പറയുകയും അല്ലാത്തതൊക്കെ മറച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് ആശയം മാറ്റിയിട്ട് പരന്ന ഭൂമിയെ ഉരുട്ടിയിട്ടും അതുപോലെയുള്ള തരികിടകൾ നടത്തിക്കൊണ്ടും ഇതിനെ വെള്ള പൂശുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല, അതല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് നന്നാക്കി കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ഞാൻ ഖുർആൻ ക്ലാസ് നടത്തുന്നത്. മറിച്ച് അത് അവതരിപ്പിച്ച പശ്ചാത്തലം എന്താണ്, സാഹചര്യം എന്താണ്, ചരിത്രം എന്താണ്, അതിൻ്റെ മനഃശാസ്ത്രം എന്താണ്, മുഹമ്മദിന് ഈ അറിവുകൾ ഇവിടുന്ന് കിട്ടിയ ഉറവിടം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ ശ്രോതാക്കളായ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റേതായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ഖുർആൻ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. അവിടെ സത്യസന്ധതയില്ല എന്നോ, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു എന്നോ, നുണ പറയുന്നു എന്നോ, കൂട്ടി മാറ്റുന്നു എന്നോ, അല്ലെങ്കിൽ ഇന്നത് മറച്ചു വെക്കുന്നു എന്നൊക്കെ വെറുതെ കാടടച്ച് ആരോപണം പറഞ്ഞാൽ പോരാ, ഉദാഹരണങ്ങൾ വെച്ച് അവതരിപ്പിക്കണം, അത് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം എന്താണ്? ഞാൻ ഭൂമി പരന്നതാണ് എന്ന് ഖുർആനിലുണ്ട് എന്ന് പറയാൻ വേണ്ടി നിങ്ങളേതോ ഒരു തഫ്സീർ പറഞ്ഞു, ആ തഫ്സീർ കണ്ടിട്ടില്ല, ഞാൻ ജലാലൈനി തഫ്സീറും ഇബ്നു അബ്ബാസ് തഫ്സീറും ഒക്കെയാണ് എടുത്തത്. ഇതാണ് ഒരു ആരോപണം. അപ്പോൾ ജലാലൈനി തഫ്സീറിൽ എന്താണ് പറയുന്നത്, ഇബ്നു കസീർ തഫ്സീറിൽ എന്താണ് പറയുന്നത്, ആ തഫ്സീറിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഹദീസുകളുണ്ടോ, ആ ഹദീസുകളിലൂടെ പ്രവാചകൻ ഈ വാക്യങ്ങൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്, മുഹമ്മദിന് ഈ ഭൂമി പരന്നതാണെന്നും അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊന്തിച്ചു വെച്ചതാണ് എന്നുമുള്ള കഥ എവിടുന്നാണ് കിട്ടിയത്, അത് ബാബിലോണിയൻ കഥയിൽ നിന്നും ബൈബിളിൽ നിന്നൊക്കെ കോപ്പി അടിച്ച് കൊണ്ടുവന്നതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഖുർആനിലെ പരന്ന ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മുകളിൽ പരത്തി വെച്ച ഭൂമി എന്നാണ് എന്ന ജലാലൈനി തഫ്സീറിലെ വാക്യം എടുത്ത് ഉദ്ധരിക്കുന്നതും, അത് വെള്ളത്തിൽ ഉണ്ടാക്കി വെച്ച കഥയൊക്കെ ബൈബിളിലും ഖുർആനിലും ഉണ്ട്, ആ കഥ അനുസരിച്ച് അത് ഉണ്ടാക്കിയ സമയത്ത് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്നിട്ട് ഇളകിയെന്നും ഇളക്കം നിൽക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ വന്ന് ഒച്ചിട്ടു എന്നും അതിന് മീൻ വന്നിട്ട് താങ്ങിയെന്നൊക്കെ പറയുന്ന വിവരണങ്ങളൊക്കെ ഉണ്ട്. ആ വിവരണങ്ങളൊക്കെ സാക്ഷാൽ നബി പഠിപ്പിച്ച വിവരണങ്ങളാണ് എന്നതിന് ഹദീസുകളായിട്ട് തെളിവുകളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടുകഥകളൊക്കെ നമ്മൾ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ തുറന്നു കാണിക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് ബോധ്യമുള്ള ആളുകൾക്ക് സംശയം വരും, ആശയക്കുഴപ്പം വരും എന്നതുകൊണ്ടാണ് നിങ്ങൾ ബേജാറാവുന്നത്. ബേജാറായിട്ടൊരു കാര്യമില്ല, നിങ്ങളുടെ കച്ചവടമൊന്നും അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ വിശ്വാസികളെല്ലാം കൂട്ടത്തോടെ 2 ദിവസം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയൊന്നും, അമിത പ്രതീക്ഷയൊന്നും നമുക്കില്ല. പക്ഷേ
ഇതിൻ്റെ തകർച്ച ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു ന്യൂജൻ ചെറുപ്പക്കാർക്കാണ് വലിയ വ്യത്യാസങ്ങൾ വരുന്നതെന്നും അവരാണ് മതം വിട്ടുപോകുന്നതെന്നും അവരെയൊക്കെ ആ ചോരത്തിളപ്പിൻ്റെ ഒരു കാലം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് അങ്ങനെയല്ല. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായവും പക്വതയും വന്നിട്ടുള്ള ഇസ്ലാം മതത്തെക്കുറിച്ചും ഖുർആനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുള്ള നല്ല ദീനീ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ദീനീ ചിട്ടകളോടുകൂടി ജീവിച്ചു വന്നിരുന്ന ഒരുപാട് ആളുകൾ 50 വയസ്സിനും 60 വയസ്സിനും അതിനു മുകളിലുമൊക്കെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെടെ, ഭൂരിപക്ഷം സ്ത്രീകളാണ്, സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേര് ഇന്ന് മതത്തിൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്ത് വരുന്നവർ തന്നെ ഉണ്ട്, പുറത്ത് വരാൻ കഴിയാതെ അകത്ത് വീർപ്പുമുട്ടി കഴിയുന്നവരുണ്ട്. ആ വീർപ്പുമുട്ടൽ വളരെ സ്നേഹത്തോടെയും നന്ദിയോടെയും ആദരവോടെയും നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. നിത്യമെന്നോണം അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു, വോയിസ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു, പരോക്ഷമായി നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന അന്വേഷണങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. നേരിട്ട് കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്നവരുണ്ട്, വീട്ടിൽ അന്വേഷിച്ച് വന്ന് ഇതെല്ലാം പറഞ്ഞ് നന്ദി പറഞ്ഞ് പോകുന്നവരുണ്ട്. ഇങ്ങനെ 100 കണക്കിന് ആളുകൾ. അതിൽ ചെറുപ്പക്കാരല്ല, മധ്യവയസ്കരും പ്രായം ചെന്നവരും മുമ്പ് ദീൻ പഠിച്ചിട്ടുള്ളവരും ഇപ്പോഴും പള്ളിയിൽ ഇമാമ് നിൽക്കുന്നവർ, പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്യുന്നവർ, മദ്രസകളിൽ ഉസ്താദായി പഠിപ്പിക്കുന്നവർ, ഇങ്ങനെ മതരംഗത്ത് ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും ഇരുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര്. അതിലൊത്തിരി പേര് മുനാഫിക്കുകളായിട്ടാണ് വരുന്നത്, മുഖം മറച്ചുകൊണ്ടും പുറത്ത് പറയാൻ ധൈര്യപ്പെടാതെ. കാരണം പലരും കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ്, എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്, കൂട്ടവും കുടുംബവും ഉണ്ട്, മക്കളുടെ കല്യാണം നടക്കണം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് പുറത്ത് മേൽവിലാസം പുറത്താക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്നത് വെറുതെ പറയുകയാണ്, നുണ പറയുകയാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മുടെ കയ്യിൽ 100 കണക്കിന് തെളിവുകളുണ്ട്, 100 കണക്കിന് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു തെളിവ് മാത്രം ഇന്ന് ഈ വീഡിയോയിലൂടെ പുറത്തു വിടാൻ ഉദ്ദേശിക്കുകയാണ്. 2-3 ദിവസം മുമ്പ് ഒരു സ്ത്രീയുടെ അരമണിക്കൂറോളം നീണ്ട ഒരു വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടി. ആ വോയിസ് മെസ്സേജിൽ ആ സ്ത്രീ ഒരു 55 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവരും ഇതുപോലെ നല്ല ദീനീ ചട്ടയിൽ ജീവിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി കുടുംബമാണ്. അവരുടെ ഭർത്താവ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലെ പ്രധാന പ്രവർത്തകനും അതിൻ്റെ സജീവ മെമ്പറുമായിട്ട് നടക്കുന്നതാണ്. അദ്ദേഹം വിശ്വാസിയാണ്. പക്ഷേ ഭർത്താവ് പോലും വിശ്വാസിയായിരിക്കെ ഭാര്യ വിശ്വാസം നഷ്ടപ്പെട്ട കാര്യം നമ്മളെ മെസ്സേജ് മുഖേന അറിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയത്. അവർ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, വളരെ കോമൺ ആയിട്ട് എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ വരുന്ന ഒരു കാര്യം, ആദ്യമൊക്കെ നമ്മുടെ വീഡിയോകളും നമ്മുടെ ഖുർആൻ ക്ലാസ്സും ഒക്കെ കേട്ടപ്പോൾ ഇവർ പലരും ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലത്താണ് ഇത് കേട്ടു തുടങ്ങിയത്. എന്ന് വെച്ചാൽ വളരെ റീസെൻ്റായിട്ട് 1-2 വർഷത്തിൻ്റെ ഉള്ളിലാണ് കേട്ടു തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ടിത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഭയങ്കരമായ വെറുപ്പ് തോന്നി, ദേഷ്യം തോന്നി. പിന്നെ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് കേട്ട് പറയുന്ന കാര്യം എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കിതാബുകളും മറ്റും മറിച്ച് നോക്കിയെന്നും, അങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ മറുപടി പറയാൻ കഴിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ പറഞ്ഞത് ശരിയല്ലേ എന്ന തോന്നലുണ്ടായി എന്നും, അങ്ങനെ പിന്നീട് തുടർച്ചയായിട്ട് ഇത് കേട്ടുവെന്നും കേട്ട് അവസാനം ഈമാൻ പോയി എന്നും പറയുന്നവരാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പലരും. അതേ രീതിയിലാണ് മിക്കവാറും ആളുകളൊക്കെ സംസാരിക്കുന്നത്. ആദ്യം കേട്ടപ്പോൾ ദേഷ്യം തോന്നി, വെറുപ്പ് തോന്നി, പിന്നെ മറ്റുള്ളവരൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിച്ചു. ഇത് മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പലതും പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണ് എന്നല്ലാതെ തെറ്റാണെന്ന് പറയാനുള്ള തെളിവുകളൊന്നും കിട്ടുന്നില്ല. മറ്റൊരു കാര്യം ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നത്,
ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളൊരു കാലത്ത് കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഖുർആനൊക്കെ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഹദീസൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ വിശ്വാസിയായിരുന്നത് കൊണ്ട് തന്നെ ഇതിനൊന്നും ഇങ്ങനെ ഒരു മറുവശമുണ്ട് എന്നും ഇതിനെങ്ങനെ ക്രിട്ടിക്കലായിട്ട് കാണണമെന്നും ചിന്തിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതിലൊന്നും ഒരു അപാകതയും ആ കാലത്ത് തോന്നിയില്ല എന്നും, മറിച്ച് നമ്മളുടെ ഈ വിമർശനങ്ങൾ കേട്ടപ്പോഴാണ് ഇതിനൊക്കെ ഇങ്ങനെ ഒരു വശമുണ്ടല്ലോ എന്ന കാര്യം പോലും ചിന്തിച്ചത് എന്ന മട്ടിലാണ് പലരും പ്രതികരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മിനിഞ്ഞാന്ന് എനിക്ക് മേൽവിലാസം തെറ്റി എവിടേക്കോ കറങ്ങിത്തിരിഞ്ഞ് വന്ന ഒരു ലെറ്റർ കാണിച്ചു തരാം. ആ ലെറ്റർ 3 പേജുള്ള ഒരു നീണ്ട ലെറ്ററാണ്. എൻ്റെ മേൽവിലാസം ഒന്നും അറിയാഞ്ഞിട്ട് നിലമ്പൂരിലുള്ള ഞങ്ങളുടെ ഫ്രീ തിങ്കേഴ്സ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിനെക്കുറിച്ച് ഏതോ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് ആ ഫ്രീ തിങ്കേഴ്സ് വാലി നിലമ്പൂർ എന്ന് പറഞ്ഞ അഡ്രസ്സിൽ ഒരാൾ തപാലിൽ അയച്ച ലെറ്ററാണ്. 3 പേജുള്ള ലെറ്ററാണിത്. ഞാൻ ആ ലെറ്റർ വായിച്ച് കേൾപ്പിക്കാം. ആ ലെറ്റർ എഴുതിയ ആളുടെ മേൽവിലാസവും അയാളുടെ വെയർഅബൌട്ട്സും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഈ കത്ത് എഴുതിയിരിക്കുന്ന ആൾ ഒരു ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അത് മേൽവിലാസം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ നാളെ മുതൽ അത് അയാളുടെ ബിസിനസ്സിനെയും അയാളുടെ കുടുംബജീവിതത്തെയും കൊഞ്ഞാട്ടയാക്കാൻ ഇവർ പരിശ്രമിക്കുമെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് ഞാൻ ഈ ലെറ്റർ അയാളുടെ സമ്മതത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യാം. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ലെറ്ററിൻ്റെ മാത്രം കാര്യം പറയാനല്ല, ഇതിന് സമാനമായിട്ടുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ അതിനൊപ്പം തന്നെ ഈ ലെറ്റർ എഴുതിയ വ്യക്തി ഏറ്റവും അവസാനം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു നിലപാടും അഭിപ്രായവും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ സമയം കുറവാണെങ്കിൽ മറ്റൊരു വീഡിയോയിലോ പറയാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലെറ്റർ വായിക്കുന്നത്. സ്നേഹാദരവുള്ള പ്രിയ ജബ്ബാർ മാഷിന്, അങ്ങേക്ക് ഒരു കത്തെഴുതണമെന്ന് ഒരുപാട് നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഖുർആൻ പഠന ക്ലാസ് 2 വർഷമായി ഞാൻ മുടങ്ങാതെ ശ്രദ്ധിക്കുന്നു. ആദ്യമൊക്കെ ഒരു മാനസിക അകൽച്ച തോന്നിയെങ്കിലും താങ്കൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങളും പഴുതടച്ചുള്ള വിശദീകരണങ്ങളും എന്നെ ആകർഷിച്ചു തുടങ്ങി. ക്രമേണ താങ്കളുടെ ക്ലാസ്സുകൾക്കായി കാത്തിരിക്കാൻ തുടങ്ങി. ഒരു പുരാതന മുസ്ലിം സുന്നി തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. ബാപ്പയുടെ ബാപ്പയും ഉമ്മുമ്മയും പിന്നെ എൻ്റെ ബാപ്പയും എൻ്റെ ബാപ്പയുടെ സഹോദരങ്ങളും ഞങ്ങൾ 6 മക്കളും അടങ്ങുന്ന വലിയൊരു തറവാട്. കയർ വ്യവസായവും പലചരക്ക് വ്യാപാരവും പ്രധാന വരുമാന മാർഗം. സാമ്പത്തികമായി വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു കുടുംബം. ബാപ്പൂപ്പ നല്ലൊരു പണ്ഡിതനും എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വവുമാണ്. ദീനിയായ ചിട്ടയും ജീവിതവും വീടാകെ നിറഞ്ഞു നിന്നിരുന്നു. ദിവസേന മൗലൂദ്, ആഴ്ചയിൽ പടലി റാത്തീബ്, എല്ലാത്തിനും പ്രധാന കേന്ദ്രം ഈ തറവാടാണ്. ഞാൻ അറബിക് കോളേജിലാണ് പഠിച്ചത്. 114 അധ്യായങ്ങൾ ഉള്ള ഖുർആൻ നന്നായി ഓതാൻ പഠിച്ചു. കുറേ ഹദീസുകൾ പഠിച്ചു. പക്ഷേ ഖുർആനിലെ ആശയങ്ങളും അർത്ഥങ്ങളും അന്ന് അറിഞ്ഞിരുന്നില്ല. നമസ്കാരം മുടങ്ങാതെയും ദീനീനിഷ്ഠ അനുസരിച്ചും ഒരുവിധ കലർപ്പുമില്ലാതെ ജീവിച്ചു പോന്നു. വർഷങ്ങൾക്കിപ്പുറം ജമാഅത്തെ ഇസ്ലാമി ഹൽക്കയുമായി ബന്ധപ്പെടുകയും ഖുർആനും ഹദീസും കുറേയൊക്കെ ഭാഷാ പരിവർത്തനം ചെയ്ത പകർപ്പുകൾ പഠിക്കാൻ ഇടയായി. എങ്കിലും മനസ്സിൻ പരിവർത്തനം ഉണ്ടാകുന്ന രീതിയിൽ അതൊന്നും സ്വാധീനിച്ചില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ സ്ഥിരമായി ഞാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. അത്യാവശ്യം ആളുകൾ നിസ്കാരത്തിന് ഉണ്ടാകാറുണ്ട്. മഗ്രിബിന് ചില ദിവസങ്ങളിൽ ഇമാം ഉണ്ടാകാറില്ലായിരുന്നു. ആ അവസരങ്ങളിലൊക്കെ കമ്മിറ്റിക്കാർ ഇമാം നിൽക്കാൻ എന്നെ നിർബന്ധിക്കുമായിരുന്നു. പഠനത്തിലൂടെ നല്ല ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു. കൂടാതെ സ്ഥിരം ഇമാമിന് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് പാരായണം ചെയ്യാനേ അറിയുമായിരുന്നുള്ളൂ. ഞാൻ അൽ-ബഖറയിലും ആല ഇമ്രാനിലെയും പോലുള്ള വലിയ അധ്യായങ്ങളിലെ 6 ആയത്തുകളെങ്കിലും പാരായണം ചെയ്യുന്നത് അവർക്കൊക്കെ സന്തോഷമായിരുന്നു. എൻ്റെ പൂർവികർ ചെയ്തു പോന്നിരുന്ന മൗലീദും റാത്തീബും ഒന്നും ഞാൻ അനുകരിക്കാറില്ലെങ്കിലും ഒരു പരിപൂർണ മുസ്ലിമായിരുന്നു ഞാൻ. എൻ്റെ ഭാര്യയും സുന്നി മുസ്ലിം ആദർശമായി കഴിയുന്ന ആളാണ്. പക്ഷേ കുറച്ചുകൂടി കടന്ന് മന്ത്രവാദത്തിലും സിഹറിലും മറ്റും വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിയും കൂടിയാണ്. അതിനാൽ ഞങ്ങൾക്കിടയിൽ കലഹിക്കാറുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് 2022 ഞാൻ അങ്ങയുടെ ഖുർആൻ പഠന ക്ലാസ്സുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നിസ്കാരത്തിൽ ഞാൻ പാരായണം ചെയ്യാറുള്ള മറ്റൊരു സൂറത്തിലെ ചില ആയത്തുകൾ ഇന്നലിൽ മുത്തഖീന മഫാസ വ കവായിബ അത്രാബ തുടങ്ങിയ ആയത്തുകൾ ഈണത്തിൽ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും വിശദീകരണവും ഇന്നതായിരുന്നെന്ന്
അങ്ങയുടെ ക്ലാസ്സിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ അത് പാരായണം ചെയ്തിട്ടില്ല. അപ്രകാരം 32, 13, 14 അസജദയിലെ ആയത്തുകൾ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഓരോരുത്തരും സന്മാർഗം നൽകുമായിരുന്നു. പക്ഷേ നമ്മുടെ മുൻ പ്രഖ്യാപന പ്രകാരം നരകത്തെ ജിന്നുകളാലും മനുഷ്യരാലും നിറക്കുക തന്നെ ചെയ്യുമെന്ന ഖുർആൻ വചനം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. 33 50 മുതൽ 52 വരെ ആയത്തുകളും ഈ ഖുർആൻ മുഹമ്മദ് നബി സ്വന്തം രചിച്ചതാണെന്ന് വ്യക്തമാക്കുന്നതാണ്. അങ്ങയുടെ ക്ലാസുകൾ കണ്ട ശേഷം ഓരോ ആയത്തിൻ്റെയും തഫ്സീറുകൾ ഞാൻ പരിശോധിക്കാറുണ്ട്. ഒരുപാട് അന്ധവിശ്വാസികളുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ക്ലാസുകൾ. ലക്ഷക്കണക്കിന് മൊയ്ലിയാന്മാരുടെ അരിപ്രശ്നമാണ് ഖുർആൻ. അത് നീട്ടിയും കുറുക്കിയും ഈണത്തിൽ ചൊല്ലി ജനങ്ങളെ പറ്റിച്ച് പൈസ തട്ടിയെടുക്കാനും ജനങ്ങളെ നരകം കാട്ടി ഭയപ്പെടുത്താനും ഈ ഖുർആൻ വേണം. അതിലും വലിയ തട്ടിപ്പാണ് ഹദീസുകൾ. മുഹമ്മദ് നബി പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞെന്നും പറഞ്ഞ് ഹദീസ് രചിച്ചു വച്ചിരിക്കുന്നതായി കാണാം. തോറയിലും ബൈബിളിലും ഉള്ളതൊക്കെ കോപ്പിയടിച്ച് ശൈലി മാറ്റി എഴുതി വെച്ച ഖുർആൻ എന്താണെന്ന് അങ്ങ് കാണിച്ചു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെയൊക്കെ ആധികാരികമായ തഫ്സീറുകളും സബബുൻ നുസൂലും ഒക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത്. കൂടാതെ അങ്ങയുടെ സൗമ്യമായ പെരുമാറ്റവും സംസാരവും ആളുകൾക്ക് ആകർഷണീയമാണ്. നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഒരു ഒത്തുകൂടലിന് താങ്കൾ വഴിയൊരുക്കുമോ? കഴിഞ്ഞ വീഡിയോയിൽ അതേക്കുറിച്ച് പരാമർശിച്ചുവല്ലോ. തൃശ്ശൂരായാൽ നന്നായിരുന്നു. എല്ലാ ജില്ലക്കാർക്കും ഒത്തുചേരാൻ സൗകര്യം തൃശ്ശൂരായിരിക്കും. മഴയ്ക്ക് മുമ്പ് അതിന് ഒരുക്കങ്ങൾ ചെയ്യുമല്ലോ. നാട്ടുകാരുടെ ഇടയിൽ ഒറ്റപ്പെടണ്ട എന്നോർത്ത് ഞാൻ ആരോടും എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഭൂരിഭാഗം മുസ്ലിങ്ങളുള്ള ഈ പ്രദേശത്ത് സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഉണ്ട്. 3 വിഭാഗത്തിനും 3 പള്ളികളും ഉണ്ട്. എല്ലാം ബിസിനസ് ലക്ഷ്യം വെച്ചുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. ഒരു പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് പങ്കെടുത്തപ്പോൾ ആദ്യത്തെ 2 റക്അത്തിലും ഇമാം പാരായണം ചെയ്തത് സൂറത്തുൽ അൽ ഖസസിലെ 18 മുതൽ 28 വരെയുള്ള ആയത്തുകളായിരുന്നു. ഈ അടുത്ത ദിവസം ഞാൻ അതിൻ്റെ തഫ്സീർ മറിച്ചു നോക്കിയപ്പോഴാണ് ഒരു വിഡ്ഢിക്കഥയിലെ സാരാംശം മനസ്സിലായത്. മൂസയുടെ അടികൊണ്ട ബാലൻ മരിക്കുന്നതും റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് പൊറുക്കുകയും എന്നാൽ അന്നാട്ടിലെ ഗുണ്ടകളെ ഭയന്ന് നാട് വിടുകയും മറ്റൊരു രാജ്യത്ത് വന്ന് കാലികൾക്ക് വെള്ളം കൊടുക്കാൻ സഹായിക്കുകയും പിന്നീട് ആ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവിടം വിട്ടു പോകുന്നതായുമുള്ള ഒരു കഥയാണ് നിസ്കാരത്തിൽ 2 റക്അത്തിലും ഇമാം പാരായണത്തിലൂടെ പറയുന്നത്. ഇത്തരം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഞാൻ ഇനി അങ്ങയോട് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യത്തിലേക്കാണ്. ഖുർആനും ഹദീസും ദൈവികമല്ലെന്ന് പരിപൂർണമായി മനസ്സിലാക്കി തരുവാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ദൈവമില്ല എന്ന കാര്യത്തോട് നിലപാടെന്താണ്? മനുഷ്യ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഈ പ്രപഞ്ചവും കോടാനകോടി ലക്ഷം ഗാലക്സികളും ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം വെറുതെ അങ്ങ് ഉണ്ടായതാണെന്ന് ചിന്തിക്കുന്നത് യുക്തിയല്ല. പക്ഷേ ആ മഹാസ്രഷ്ടാവ് ഖുർആൻ പറയുന്നത് പോലെയോ മുഹമ്മദ് നബി പറയുന്നത് പോലെയോ ഉള്ള ചെറിയ സ്രഷ്ടാവല്ല. 8 മലക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന കസേരയിൽ ഉപവിഷ്ടനായ പ്രപഞ്ചനാഥൻ ഒരു സങ്കല്പം മാത്രമാണ്. പക്ഷേ ഞാൻ മുകളിൽ പ്രതിപാദിച്ച മനുഷ്യൻ്റെ അറിവുകൾക്ക് അപ്പുറമുള്ള വലിയ സ്രഷ്ടാവായ യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ സ്രഷ്ടാവ് മനുഷ്യനോട് ഒരുവിധ ആരാധനയും ആഗ്രഹിക്കാത്ത ശക്തിയാണ്. നമ്മുടെ മനസ്സിൻ്റെ ദുഃഖവും പ്രയാസവും ഏകാഗ്രനായി ആ ശക്തിയുടെ മുമ്പിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഭാഷയിൽ തന്നെ തീർച്ചയായും മനസ്സിനൊരു കുളിർമയുണ്ടാകും. മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് ഗാലക്സികൾ ഉണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ സ്രഷ്ടാവ് അള്ളാഹുവാണ്. അത് മക്കയിൽ 6-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ഗോത്ര മനുഷ്യർ ആരാധിച്ചിരുന്ന അള്ളാ, ലാത്ത, ഉസ്സ, മനാത്ത പോലുള്ള ദൈവങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. അതിനേക്കാൾ എത്രയോ ഉപരിയാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്നതാണ് സത്യം. ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങയുടെ വ്യക്തമായ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അങ്ങേക്ക് സുഖം എന്ന് കരുതുന്നു. വീണ്ടും സത്യസന്ധമായ ഒരുപാട് അറിവുകൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് അഭിവാദ്യങ്ങളോടെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. ഇതാണ് കത്ത്. ഈ കത്തിൻ്റെ അവസാനം അദ്ദേഹം പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ട് എന്നും
അത് ഈ കാണുന്ന അള്ളാഹുവിനെ പോലെയുള്ള ഒരു കുട്ടി ദൈവമൊന്നും അല്ല എന്നും അതൊരു വലിയ സൃഷ്ടാവാണെന്നും ആ സൃഷ്ടാവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ നമുക്കൊരു കുളിർമ കിട്ടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായ നിലപാടും അഭിപ്രായങ്ങളും പലപ്പോഴായിട്ട് പല രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ടും വിശദമായിട്ടും സംസാരിക്കാവുന്നതുമാണ്. ഇനിയും പ്രപഞ്ചം എന്ന് പറയുന്ന നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ മസ്തിഷ്ക ക്ഷമതയുടെയും ഒക്കെ അപ്പുറത്തേക്ക് സർവോപരി അറിവന്വേഷിക്കാനുള്ള നമ്മുടെ എല്ലാ ഉപകരണങ്ങളെയും നമ്മുടെ എല്ലാ കഴിവുകളെയും അപ്രസക്തമാക്കുന്ന രീതിയിൽ അന്വേഷണം തന്നെ നമ്മളെ വഴിമുട്ടിക്കുന്ന തരത്തിൽ അനന്തമായി കിടക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി തേടിയുള്ള അന്വേഷണം പോലും നമുക്ക് അപ്രാപ്യമാവും വിധം അനന്തമാണ്. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് തൽക്കാലം മനുഷ്യരാശിക്ക് അത്ര വലിയ അറിവുകളൊന്നുമില്ല. ഒരുപാട് നിഗമനങ്ങളും ഊഹങ്ങളും മാത്രമാണ് നമ്മളിന്ന് കൊണ്ടു നടക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു അന്വേഷണത്തിന് ശാസ്ത്രം പോയപ്പോൾ ശാസ്ത്രം അന്വേഷണത്തിൻ്റെ ഉപകരണങ്ങൾ, അത് ആ അന്വേഷണത്തിൻ്റെ അളവുകോലുകളെല്ലാം അപ്രസക്തമാവുകയും ഫലശൂന്യമാവുകയും ചെയ്യുന്ന വിധത്തിൽ അനിശ്ചിതത്വത്തിൽ എത്തിച്ചേർന്നു എന്നിടത്താണ് ഇന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു അനിശ്ചിതത്വത്തിനപ്പുറത്ത് എന്താണ്, എങ്ങനെയാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രപഞ്ചം വലുതായി വന്നതാണോ, അതോ നേരത്തെ ഇല്ലാതിരുന്ന ഒരു ശൂന്യതയിൽ നിന്ന് വന്നതാണോ, അതോ നേരത്തെ മറ്റു പല രീതിയിലും മാറിക്കൊണ്ടിരുന്നതാണോ, ഇതുപോലെ മറ്റനേകം പ്രപഞ്ചങ്ങൾ വേറെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരറിവില്ല. ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരാളപ്പുറത്തിരിപ്പുന്നുണ്ട് എന്നത് മനുഷ്യൻ്റെ ഭാവനയിലെ ഒരു ചെറിയ കഥ മാത്രമാണ്. ഇപ്പോൾ ദൈവങ്ങളൊക്കെ സൃഷ്ടിക്കാനുണ്ടായ കാരണം തന്നെ മനുഷ്യൻ ആ രീതിയിലൊക്കെ ചിന്തിച്ചതുകൊണ്ടാണ്. അത് പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തു നിന്നല്ല ദൈവങ്ങൾ ഉത്ഭവിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും കൺമുമ്പിലുള്ള പ്രകൃതി യാഥാർത്ഥ്യങ്ങളുടെ കാരണങ്ങൾ മനുഷ്യൻ അന്വേഷിച്ചപ്പോൾ മനുഷ്യൻ ഭാവനയിൽ കണ്ടെത്തിയ കാരണമാണ് ഈ ദൈവങ്ങളൊക്കെ. എന്തുകൊണ്ട് മഴ പെയ്യുന്നു, എന്തുകൊണ്ട് ഇടിവെട്ടുന്നു, എന്തുകൊണ്ട് ഇടിമിന്നലുണ്ടാകുന്നു, എന്തുകൊണ്ട് കാറ്റ് വീശുന്നു, എന്തുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു തുടങ്ങിയിട്ടുള്ള മനുഷ്യനെ ഭീതിപ്പെടുത്തിയിരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിൽ എന്തോ ഒരു ശക്തി കോപിക്കുന്നുണ്ട് എന്ന് മനുഷ്യൻ സങ്കല്പിച്ചതിൽ നിന്നാണ് മനുഷ്യൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ ആരംഭം. അങ്ങനെ പിന്നീട് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ അറിവിൻ്റെ ചക്രവാളം വികസിച്ചപ്പോഴാണ് ഈ ദൈവം അവിടെ നിന്നൊക്കെ പുറകിലോട്ട് പോയി അവസാനം പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ എന്ന രീതിയിൽ ഒരു ദൈവം ഇരിക്കുന്നു എന്നിടത്തേക്ക് മനുഷ്യൻ വികസിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ ആദ്യം തന്നെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ വലുപ്പമൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നതല്ല. അങ്ങനെ വരാനുള്ള മസ്തിഷ്കപരമായൊരു കഴിവൊന്നും മനുഷ്യനില്ല. മനുഷ്യൻ്റെ ആസന്ന പരിസരത്ത് നിന്നും വിദൂര പരിസരത്തേക്കാണ് അറിവിനെ അന്വേഷിക്കുന്നത്. അങ്ങനെ പോയപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ആസന്ന പരിസരത്തുണ്ടായ കുട്ടി ദൈവങ്ങളാണ് പിന്നീട് ഇതുപോലുള്ള പ്രപഞ്ച സൃഷ്ടാവ് പോലെയുള്ള വലിയ ദൈവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറകിലേക്ക് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ ദൈവങ്ങൾ യഥാർത്ഥമാണോ അല്ലെങ്കിൽ വെറും സങ്കല്പമാണോ എന്നതൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യങ്ങളാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഇന്നുവരെയുള്ള മനുഷ്യൻ്റെ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എവിടെയും ഒരിടത്തും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ശക്തിയോ പ്രത്യേകമായിട്ട് ഇരുന്ന് നിയന്ത്രിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. പ്രകൃതിയിൽ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ശക്തികളും നിയമങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് പ്രകൃതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലിനെ കുറച്ചുകൂടെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും അല്ലെങ്കിൽ ഉൽപ്പത്തി എന്നൊന്നുണ്ടെങ്കിൽ അതിനുമൊക്കെ ഇതുപോലെയുള്ള ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം എന്ന നിഗമനത്തിലെത്താനേ നമുക്ക് തൽക്കാലം കഴിയൂ. ഇനി അതല്ല, ഒരു കഥാപാത്രം അവിടെ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് വന്നാൽ തന്നെയും ആ കഥാപാത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും ഈ അന്ധവിശ്വാസങ്ങളെയോ മതകെട്ടുകഥകളെയോ നോക്കിക്കാണാൻ കഴിയില്ല. കാരണം ഈ കത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ മതകെട്ടുകഥകളിൽ പറയുന്ന ദൈവങ്ങളൊക്കെ മനുഷ്യൻ്റെ നിലവാരം പോലുമില്ലാത്ത ദൈവങ്ങളാണ്. ഇത് മനുഷ്യനെ ഇന്ന് വളരെയധികം വഴികേടിലാക്കുന്ന, ചിന്താപരമായിട്ടും സംസ്കാരപരമായിട്ടും വിജ്ഞാനപരമായിട്ടൊക്കെ മനുഷ്യനെ പിന്നിലേക്ക് നയിക്കുന്ന ഒരു സാധനം മാത്രമായിട്ട് ഈ ദൈവങ്ങളൊക്കെ അധപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മതത്തെ വിമർശിക്കുമ്പോൾ മതദൈവങ്ങളെയും വിമർശിക്കുന്നത്. ഈ മതദൈവങ്ങളെ വിമർശിക്കുമ്പോൾ തൽക്കാലം മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടർ കൊണ്ടുവരുന്ന ഒരു സ്ട്രോമാനാണ് വേറെ ഒരു ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ മതം പറയുന്ന ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനേ ഇവർ തയ്യാറാവില്ല. മറിച്ച് ഇവർ വേറൊരു ദൈവത്തിനുണ്ടാക്കി വെച്ചിട്ട് പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ലേ, ഒരു കാരണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശാസ്ത്രമൊക്കെ വിളമ്പിയിട്ട് ഇവർ വേറൊരു സാധനത്തെ വെയിൻ്റടിച്ചു കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് തർക്കിക്കുകയാണ്. സ്ട്രോമാൻ ഫാലസിയാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. എന്നിട്ട് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, ഇതിനെതിരായിട്ടുള്ള
വിമർശനങ്ങളിൽ നിന്ന് നമ്മുടെ ഊർജ്ജവും സമയവും മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുക. വിശ്വാസികളുടെ ശ്രദ്ധ ഈ വിമർശനങ്ങളിൽ നിന്ന് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവുക തുടങ്ങിയിട്ടുള്ള കപടതന്ത്രങ്ങളാണ് മതത്തിൻ്റെ ആളുകൾ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കത്ത് വായിക്കാൻ കാരണം ഈ കത്തിലെ ആശയം ഏതാണ്ടൊക്കെ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു കത്തല്ല, നിരവധി ആളുകൾ, ഇതൊക്കെ ഈ വ്യക്തിയുടെ പോലും പ്രായവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത പരിസരവും ഒക്കെ ഈ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള നിരവധി ആളുകൾ അടുത്ത കാലം വരെയും മതത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, മതപരമായി ജീവിച്ചുകൊണ്ടിരുന്ന, പ്രായവും പക്വതയുമുള്ള നിരവധി ആളുകൾ ഇന്ന് മതം വിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഗതി മനുഷ്യരുടെ മുമ്പിൽ തുറന്നു കിട്ടുകയും അതിലൂടെ ഒരുപാട് അറിവുകൾ എല്ലാവർക്കും യഥേഷ്ടം ശേഖരിക്കാൻ കഴിയുമൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഇത്രയും കാലം ഇതിനെയൊക്കെ നമ്മുടെ ഇരുമ്പുമറയിൽ സംരക്ഷിച്ചിരുന്നത് പോലെ ഇനി സംരക്ഷിക്കാൻ ലോകത്തെവിടെയും കഴിയില്ല എന്നുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരൊക്കെ തുറന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്തകൾക്ക് പ്രചോദനമാവാനും പലരുടെയും മനസ്സിലൂടെ അതുവരെ അവർ വിശ്വസിച്ച് പോന്നിരുന്നതും ചെറിയ തോതിൽ സംശയിച്ചിരുന്നതും ഒരു സംശയമില്ലാതെ തുടർന്നു പോന്നിരുന്നതുമായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങൾക്ക് നേരെ സ്വതന്ത്ര ചിന്തയുടെ ചില തീപ്പൊരികൾ പാറിക്കാൻ ഈ വിമർശനങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു 10 ലക്ഷം പേര് നമ്മളുടെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷം പേരും അവിശ്വാസികളാവും എന്നല്ല. മറിച്ച് അതിനകത്ത് ഒരു 10,000-ഓ 50,000-ഓ പേരെങ്കിലും, 10 ലക്ഷം പേര് നമ്മുടെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 10,000-ഓ അല്ലെങ്കിൽ ഒരു 50,000-ഓ പേരോ എങ്കിലും പതുക്കെ പതുക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ചിന്തകൾ പിന്നീട് അവരുടെ പഠനത്തിനും പരിശോധനയ്ക്കും കാരണമാവുകയും അങ്ങനെയുള്ള പരിശോധനയിൽ അവർ വിശ്വാസം നഷ്ടപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ പലരും നമ്മളോട് പറയുന്നത്, ആദ്യം അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളോട് വെറുപ്പും അകൽച്ചയും തോന്നി. പിന്നീട് എങ്ങനെയെങ്കിലും ഇതിന് മറുപടി പറയണം എന്ന ഒരാഗ്രഹത്തോടു കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കിതാബുകളും മറ്റും നോക്കി പരിശോധിച്ചപ്പോഴാണ് മറുപടി പറയാനൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, മറിച്ച് നമ്മൾ പറയുന്നത് തന്നെയാണ് ഇതിനകത്തുള്ളത് എന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ അവർ അവരുടെ ഈമാൻ്റെ ലോകത്ത് നിന്നും സ്വതന്ത്രമായ കാറ്റും വെളിച്ചം കിട്ടുന്ന ലോകത്തിലേക്ക് മാറിത്തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ മറുപക്ഷത്തുള്ളവർക്കും അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബേജാറും വെപ്രാളവുമാണ് അപ്പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രോമാൻ ഫാലസി ഇറക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞതുകൊണ്ടോ കുറ്റം പറഞ്ഞതുകൊണ്ടോ അറബി അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എങ്ങനെ അറബി അറിയാത്തത് കൊണ്ടും അറിവില്ലാത്തത് കൊണ്ടും നുണ പറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഈ വിമർശനം ഉന്നയിക്കുന്നതെങ്കിൽ കാര്യകാരണ സഹിതം ഏത് വിഷയത്തിൽ ഏത് വിമർശനമാണ് അറബി അറിയാത്തത് കൊണ്ട് വന്ന അബദ്ധം, ഏത് വിമർശനമാണ് നമ്മൾ സത്യമല്ലാതെ നുണ പറഞ്ഞത്, ഏത് വിമർശനമാണ് നമ്മൾ അറിവില്ലാതെ പറഞ്ഞു പോയത് എന്നത് നിങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് മറുപടികൾ പറയൂ. അങ്ങനെ മറുപടികൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കൂ. അതിന് നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഉത്തമ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടും പരദൂഷണം പറഞ്ഞുകൊണ്ടും സമയം കളയാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും വിലപ്പോവുകയില്ല. ഇതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് സമൂഹത്തിൽ നിന്ന് നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നും ഇതിൻ്റെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് നേരിട്ട് വരുമെന്ന് ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും മതത്തിനെതിരായിട്ടുമൊക്കെ വലിയൊരു മുന്നേറ്റം, ചിന്താപരമായൊരു മുന്നേറ്റം ഇന്ന് ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ടെക്നോളജി അതിന് നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അറിവിൻ്റെ വ്യാപനം അതിന് നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടായ പ്രവർത്തനങ്ങളും അതിന് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ ഒന്നും വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ അതിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലുള്ള വൈരാഗ്യം വളർത്താതെ തന്നെ, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാതെ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയും. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും സ്നേഹത്തോടെ ഒരു ജനാധിപത്യത്തിൻ്റെ സംസ്കാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംവാദങ്ങൾ
ഒക്കെ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തുടർന്നും ഇതുപോലുള്ള പ്രതികരണങ്ങളും അതിനുള്ള മറുപടികളും ചർച്ചകളുമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഖുർആൻ ക്ലാസ് ഒരു വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും എൻ്റെ ഖുർആൻ ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ച് ഒരുപാട് മതപണ്ഡിതന്മാർ ഒളിഞ്ഞിരുന്ന് കേട്ട് പരിശോധിക്കുന്നുണ്ട് എന്നും എനിക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്. എന്തെങ്കിലും ഒരു അപാകത ഞാൻ പറഞ്ഞെടുത്ത് എന്തെങ്കിലും വസ്തുതാപരമായ തെറ്റോ അതല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഞാൻ എന്തെങ്കിലും കൂട്ടി വളച്ചതിൻ്റെ തെളിവോ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതുമായിട്ട് രംഗത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് മതപണ്ഡിതന്മാരും ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നവരും അടക്കം എന്ന് ഇവരുടെയൊക്കെ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അത് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഒളിഞ്ഞിരുന്നും അല്ലാതെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യവും ഞാൻ പറയുന്നു എന്നതുകൊണ്ട് സ്വീകരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പലതവണ ആവർത്തിച്ചിട്ട് ഞാൻ ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിമർശനം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളത് സ്വീകരിക്കേണ്ടതുള്ളൂ. അതല്ലാതെ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കത് തള്ളിക്കളയാം. എന്നെ കൂടെ ബോധ്യപ്പെടുത്താൻ മാത്രം എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്നെ കൂടെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുകയും ചെയ്യാം. ഇതാണ് എൻ്റെ നിലപാട്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.